ഹലോ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂർ എയർപോർട്ടെത്തി. അവിടെ നിന്ന് ഞങ്ങൾ മെട്രോ അല്ല ട്രെയിനിലായിരുന്നു തൃശ്ശൂർക്ക് ബുക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് തിങ് എയർപോർട്ടിൽ നിന്ന് നമുക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് എടുക്കുകയാണെങ്കിൽ 15 kg അല്ലേ അവിടെ ഉള്ളൂ. നമ്മുടെ കയ്യിൽ 30 kg പെർ ഹെഡ് ഉണ്ടായിരുന്നു, പ്ലസ് ഹാൻഡ് ബാഗേജും ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തായാലും ട്രെയിൻ ഓർ ബസ് ഓപ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ട്രെയിൻ വന്ദേ ഭാരത് ഞങ്ങൾക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല, കിട്ടിച്ചു. ബിക്കോസ് നമ്മൾ വന്ദേ ഭാരതിൽ നോർമലി പ്രിയർ ബുക്കിംഗ് വേണം, പക്ഷെ നമ്മൾ ബുക്ക് ചെയ്തിരുന്നില്ല. എന്നിട്ട് സെയിം ടൈമിൽ നമ്മളങ്ങനെ ഒന്ന് സെറ്റാക്കി. അതുകൊണ്ട് നമുക്ക് ഫുഡൊന്നുമില്ല, ഫുഡിനൊക്കെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കിടന്നു. ന്യൂസ് പേപ്പറൊക്കെ കിട്ടിയിട്ട് അവർ ന്യൂസ് പേപ്പർ തരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഉറങ്ങി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നേരമൊക്കെ വെളുത്തു. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആയപ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കൊടുന്നതാണ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചു. പിന്നെ നോർമൽ ബുക്കിംഗ് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ലഞ്ച് ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഇത് പ്രിയർ ബുക്ക് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മേടിച്ചു. അങ്ങനെ ഇത് കണ്ടത് പാലക്കാടാണ്. എന്ത് രസമായിരുന്നു എന്നറിയോ, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ നാട്ടിലെത്തിയോടുകൂടി മഴയുടെ ഇത് വന്നല്ലോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു ഉച്ചയാവാറായപ്പോൾ വീട്ടിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ഊബർ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. തൃശ്ശൂരിൽ നിന്ന് വീട്ടിലേക്ക് ഊബർ എടുത്തിട്ടാണ് പോയത്. ഇവിടെ ഫുൾ ഗ്രീനറിയാണ്. പാലക്കാട് ട്രെയിനിന് പോയിട്ടുണ്ടെങ്കിലും നല്ല രസമാണ് കാണാൻ. ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ഗ്രീനറി തന്നെ, ഒരുപാട് ദൂരമുണ്ട്. ഞാനത് കാരണം കുറേ ദൂരം അതിങ്ങനെ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നാട് പിടിച്ചു. താങ്ക് യു സോ മച്ച്.